ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ തിരക്കിലൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൃഷ്ണ ജന്മാഷ്ടമിയുടെ ഒരു സ്പെഷ്യൽ ഹെഡ് ബാൻഡാണ് കേട്ടോ. അതിനുവേണ്ടി ചെയ്തെടുത്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവരുടെ ഒരു മോൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള നല്ല ഒരുപാട് റോസ് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കളർഫുൾ ഹെഡ് ബാൻഡാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ കണ്ണെടുക്കാൻ തോന്നത്തില്ല, അതിൻ്റെ മുകളിൽ തന്നെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ് ബാൻഡാണ്. ഈ ഒരു ചുട്ടിയും കൂടി അവർക്ക് വേണ്ടി ചെയ്തെടുത്തതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റീരിയലായിട്ട് വരുന്നത്. ഈ ഒരു ഹെഡ് ബാൻഡ് ഞാൻ ചെയ്തെടുത്ത് തന്നെയാണ് കേട്ടോ. മെറ്റൽ ഹെഡ് ബാൻഡിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സാറ്റിൻ റിബൺ വെച്ച് റോൾ ചെയ്തെടുത്തതാണ്. നമുക്ക് പിന്നെ വേണ്ടത് ഈ ഒരു കുറച്ച് പോളൻ ആവശ്യമുണ്ട്. അതുപോലെ ഈ ഒരു സാറ്റിൻ്റെ റിബണാണ് വേണ്ടത്. സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് മേക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, റോസ് ഫ്ലവർ. അപ്പോൾ പിന്നെ വേറെന്താ, ത്രെഡ് നീഡിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വേണം. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു റിബണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 26 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂട്ടാം, കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കാണിക്കുന്ന സൈസിൽ ചെയ്തെടുക്കുമ്പോൾ എത്ര സൈസിലുള്ള ഫ്ലവർ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ഇതുപോലെ ആദ്യം ഒരു കോൺ ഷേപ്പിലോട്ട് മടക്കിയതിന് ശേഷം ജസ്റ്റ് 2-3-4 തവണ ഇങ്ങനെ ചുറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ചുറ്റുള്ള ഒരു 2-3 തവണ ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം അടിഭാഗത്ത് നൂലിനെ കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിക്കുന്ന പരിപാടിയില്ല കേട്ടോ, നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ മൊത്തത്തിലും ഈ ഒരു നീഡിലും ത്രെഡും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലെയർ ആയിട്ട്, അതായത് ഒരു ഫോൾഡ് ചെയ്യുന്ന രീതി, ഈ ഒരു രീതിയിലോട്ടാണ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് തവണ ഒരേ ചുറ്റൽ മാത്രം ചുറ്റാൻ പാടില്ല. കുറച്ച് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ, അതായത് മടങ്ങി വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഞാൻ ഈ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലോട്ട് വേണം നമുക്ക് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരേ ചുറ്റിൽ മാത്രം ചുറ്റാതെ ആ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കോണൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചുറ്റിയെടുക്കണം. എന്നിട്ട് അടിഭാഗത്ത് നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ എല്ലാ റിബണും അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നൂലിനെ കൊണ്ട് തുന്നിയെടുക്കുകയും കൂടി വേണം. അപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ് കാര്യം, ഒരുപാട് സമയം ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി സമയം വരുന്നില്ല. അത് നിങ്ങൾ 2-3 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്പീഡായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഈ ഒരു രീതിയിലോട്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് റിബണ് ലെങ്ത്തിലെടുക്കാത്തതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം ഒരുപാട് എടുക്കുമ്പോൾ താഴെയിട്ട് അത് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ആ ഇതിലിൻ്റെ ഒരു ഭംഗി കുറഞ്ഞു വരും കേട്ടോ. ഫ്ലവറിൻ്റെ ഭംഗി കുറഞ്ഞു വരും. അപ്പോൾ ഒരു 26 സെൻറ്റിമീറ്ററിലോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 28 സെൻറ്റിമീറ്ററിലുള്ള ലെങ്ത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഫ്ലവറിൻ്റെ ഭംഗി കുറഞ്ഞു വരും. ഒരുപാട് ചുറ്റി എടുക്കുമ്പോൾ അത് അതിൻ്റെ എന്താ പറയുക, ഒരു പെർഫെക്ഷൻ വരാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 26-ഓ 28-ഓ എടുത്താൽ മതി. എന്നിട്ട് താഴെ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ കളറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സിംഗിൾ കളർ വേണമെങ്കിൽ സിംഗിൾ കളറിലും കൂടി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ജന്മാഷ്ടമിയൊക്കെ ആകുമ്പോൾ നല്ല കളർഫുൾ രീതിയിലായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൽ, പിന്നെ പർപ്പിൾ കളറുണ്ട്, പിന്നെ റോസ്, റെഡ്, ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴോട്ടേക്ക് വരുമ്പോൾ തന്നെ ഈ ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളെന്ത് കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും തന്നെ ആ ത്രെഡിൻ്റെ ഉള്ളിൽ ആ സൂചിയിൽ കുടുങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് വലിഞ്ഞ് വരും. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് വരുമ്പോൾ താഴെ ഒരു കോൺ ഷേപ്പ് പോലെ ഒരു ഭാഗം പൊങ്ങി കിടക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കുറച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ നല്ല സൂപ്പറായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2-3-4 തവണ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നില്ല, താഴെ ഏറ്റവും എൻഡിൽ വരുന്ന ഭാഗം. അപ്പോൾ നമ്മുടെ സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു കോൺ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടും. അപ്പോൾ സാറ്റിൻ്റെ റിബണൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അത് ഒട്ടും, അതിൻ്റെ മുകളിലോട്ട് തന്നെ ഒട്ടിക്കിടക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ റോസ് ഫ്ലവർ മേക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവേഴ്സിനെ ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയല്ല, തുന്നിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് വന്നിട്ട് 23 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2.3 സെൻറ്റിമീറ്റർ വീഴ്ത്തുവാണ്. ഇതുപോലെ നമുക്ക് തുന്നിയെടുക്കണം. അടിഭാഗത്തൂടെ നൂല് കൊണ്ടുവന്നതിന് ശേഷം, സൂചി കൊണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക ഫ്ലവേഴ്സ്. എന്നിട്ട് 2-3 തവണ ഇതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുത്താൽ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് അവിടെ ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ ഊരി പോകുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വെക്കണം. കുറച്ച് ഗ്യാപ്പ് വന്നാൽ പ്രശ്നമില്ല, കാരണം നമുക്ക് പോളൻ അതിൻ്റെ ഉള്ളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ഒന്ന് ഫ്ലവേഴ്സ് നല്ലൊരു ഷേപ്പിൽ വരുന്ന രീതിയിൽ, നല്ലൊരു കാണാനൊരു ഭംഗിയാവുന്ന രീതിയിൽ നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ. ഒരുപാട് ഗ്യാപ്പ് വരണ്ട, ചെറിയ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല. നമുക്ക് പോളൻ വെച്ച് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് മൊത്തം ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളൻ ഇതിൻ്റെ ഗ്യാപ്പുകളിൽ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴോട്ട് വരുന്ന സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും നമുക്ക് നീഡിലും ത്രെഡും വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അത് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനൊരു ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. ഗ്രീൻ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഗ്രീൻ എടുക്കാൻ നോക്കുക. എങ്കിലും കാണത്തൊന്നുമില്ല വേറെ കളറാണെങ്കിലും, പക്ഷെ നമുക്ക് നല്ലത് ഗ്രീൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റെമ്മിൻ്റെ തന്നെ കളർ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെമ്മ് വെച്ചതിന് ശേഷം നമുക്ക് അടിഭാഗത്തൂടെ വേണം മുകളിലോട്ട് സൂചി കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഭാഗത്തൂടെ എടുത്തിട്ട് മറുവശത്തോടെ താഴെ ഇറക്കുക കേട്ടോ. അതായത് സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗത്തൂടെ മുകളിലോട്ട് എടുക്കുക, എന്നിട്ട് അടുത്ത ഭാഗത്തൂടെ താഴോട്ട് ഇറക്കുക. അപ്പോൾ സ്റ്റെം അതിൻ്റെ ഉള്ളിലോട്ടാവും. അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അതേ ഒരു വശത്തൂടെ ഞാനിങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. ഈ സൂചി ഒരു വശത്തൂടെ ഞാനിങ്ങനെ കുത്തിയെടുത്ത് പോളൻ അവിടെ വെച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ അടുത്ത വശത്തൂടെ താഴോട്ട് ഇറക്കുമ്പോൾ പോളൻ അവിടെ അതിൻ്റെ ആ ഒരു സ്റ്റെം വരുന്ന ഭാഗം ആ നൂലിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഗ്യാപ്പ് വരുന്ന വശത്തൊക്കെ പോളൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരഞ്ചം പുറച്ച് അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത വെക്കാൻ പാടില്ല. നല്ല രീതിയിൽ, നല്ല വൃത്തിയിൽ കാണുന്ന രീതിയിൽ വേണം നമുക്ക് പോളൻ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഭാഗത്തോട്ട് ഒരു ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന അതേ ലെങ്ത്തിലും വീഴ്ത്തിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി. വളരെ സിമ്പിളാണ്. ഈ ഒരു റോസ് ഫ്ലവർ മേക്കാനുള്ള സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് 2-3 തവണ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു ചുട്ടി മേക്ക് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഒരു റിബൺ എടുത്ത് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമല്ലോ നടുവിലൂടെ, അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തോട് ഒരു റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ബീഡ്സ് വർക്ക് വരുന്നത് വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. താങ്ക്